ഹലോ ഗായ്സ്, നമ്മളിപ്പം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായിട്ട് നിൽക്കുക. ഇന്ന് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിൻ്റെ എൻഗേജ്മെൻറ്റാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയതാ. അപ്പം ഡ്രസ്സെല്ലാം ഇട്ട് ഇച്ചിരി ഷോ ഒക്കെ കളിക്കണമല്ലോ, അതുമാത്രം കളിച്ച് കൂട്ടുന്നതാണിത്, ആരും കാര്യമാക്കണ്ട. അപ്പോൾ നമ്മൾ മൂന്നാളും ബാസിലിയും വരുന്നുണ്ട് കൂടെ. അപ്പോൾ നമ്മൾ മൂന്നാളും ഹോസ്റ്റലൊക്കെ പൂട്ടി പുറത്തിറങ്ങി. നമ്മളെ സീനിയർ കാർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിയിട്ട് റോഡിൻ്റെ സൈഡിൽ പോയി നിൽക്കുക. ഇത് കുറേ സമയമായി നമ്മൾ നിൽക്കുന്നു, എന്നും വന്നില്ല. കാത്തു നിന്നും മടുത്ത് നമ്മൾ 5:30 ഡ്യൂട്ടി കഴിഞ്ഞ് 6:15 തൊട്ടേ റെഡിയായി നിൽക്കുന്നത്. എന്നിട്ട് 7:15 നമ്മളെ കൂട്ടാൻ വണ്ടി വന്നത്. അതുവരെ പോസ്റ്റായി നിന്ന്. പിന്നെ കാറിലെല്ലാം കയറി കുറച്ച് പോകാനുണ്ടെന്ന്. എനിക്ക് പൊതുവേ കാറ് പോകുന്നത് ഇഷ്ടമല്ല. അവളെ വീടെല്ലാം നല്ല അടിപൊളിയായി സെറ്റായിട്ട് ഡെക്കറേഷനെല്ലാം ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇന്ന് എൻഗേജ്മെൻറ്റാണ്. കാസർഗോഡ് വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം ഫാമിലീൻ്റെ എൻഗേജ്മെൻറ്റ് കാണുന്നത്. നമ്മൾ മെയിനായിട്ട് ഫുഡ് അടിക്കാനാണ് പോകുന്നത്, അത് വേറെ കാര്യം. നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ അവരെ രണ്ടാളെയും പേരും വെൽക്കം എന്നെല്ലാം എഴുതിയിട്ട് നല്ല അടിപൊളി സെറ്റപ്പിലെല്ലാം ആക്കി വെച്ചിട്ട് കാണാം. ഏകദേശം ഫംഗ്ഷനെല്ലാം സ്റ്റാർട്ടായിനേ ഉള്ളേനു. നമ്മൾ വെച്ച് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടോന്ന്. മണവാട്ടിപ്പെണ്ണ് സ്റ്റേജിൽ അതാ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഓളെ ചെക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല സ്വപ്നത്തിൽ നടക്കുന്ന കല്യാണം പോലെയുണ്ട്. ഇപ്പോൾ വന്നിട്ട് പോയതാണ് ഫറ, ഇത് ഷീനേച്ചി. എല്ലാവരും ഫുഡ് കഴിക്കാൻ സീറ്റിൽ നിന്ന് തപ്പ് നടക്കുന്ന എന്തെല്ലോ ഐറ്റം ഉണ്ടെന്ന്. എനിക്ക് ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല. കാസർഗോഡ് ഇതിനെല്ലാം വേറെ എന്തെല്ലോ പേര് പറയുന്നത്, നമ്മളെ നാട്ടിൽ പറയുന്ന പോലെ ഒന്നുമല്ല. ഞാൻ ആകെ പത്തലങ്ങാനേ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഇത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് പോകുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, പക്ഷേ ആടെ ഇത്തരം വിശപ്പെല്ലാം മാറി. പിന്നെ നമ്മൾ സ്റ്റേജിനടുക്കെ പോയി കുറച്ച് ഫോട്ടോ എല്ലാം എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഐസ്ക്രീം വന്ന് ഐസ്ക്രീം കഴിക്കലേനു. ഈ ഐസ്ക്രീം കഴിക്കുന്ന എടുക്കാൻ ഞാൻ പെട്ട പാടാൻ എനിക്കേ അറിയുള്ളൂ. അതിൻ്റെയൊക്കെ ദൃശ്യം വന്നിട്ട് എന്നെ ഉന്തുന്നുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് പെണ്ണിന് ചെക്കൻ്റെ കൂടെ ഫോട്ടോ എല്ലാം എടുത്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പിന്നെ കാണാം.